ഓക്കെ, നജു ആദ്യമായിട്ട് ഉണ്ടാക്കി തന്ന ഡിഷ്. കല്യാണത്തിന് ശേഷം ആദ്യമായിട്ട് കുക്ക് ചെയ്ത് തന്നെ. അടുക്കള കയറിയില്ല. കേറില്ല? അതെന്താ? അമ്മായിമ്മ ഉണ്ടാക്കുള്ളൂ. ഇതുവരെ കയറില്ല. എന്നാലും എപ്പോഴെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി തന്നിട്ടുണ്ടാവുമല്ലോ. വീട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും ഉണ്ടാക്കി കൊണ്ടുതരാ അങ്ങനെയൊന്നും ചെയ്തില്ല. അമ്മ ഉണ്ടാക്കിയത് കല്ലുമ്മക്കായി പൊരിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊരിച്ചത് വരെ പാലുണ്ടാക്കി അമ്മ ഉണ്ടാക്കിയ ഉണ്ടാക്കി തന്നില്ല. ഉണ്ടാക്കി തന്നിട്ടില്ല. ടൈം ഉണ്ടല്ലോ എനിക്ക്. ഓക്കെ, നിങ്ങൾ ആരാണ് കൂടുതൽ പൊസസീവ്? നോക്കട്ടെ. നെജു. റിനു പറയുന്നു റിനു ആണ്. ശരിക്കും ആരാ നിങ്ങൾ? പോസിറ്റീവ് ആണ്. നീ പോസിറ്റീവ് ആണ്. നിന്നെ കണ്ടിട്ടൊരു പോസിറ്റീവിന്റെ ഒരു ലക്ഷണവും കാണുന്നില്ലല്ലോ. ഇഷ്ടം കൂടി കഴിഞ്ഞ ആണോ? താനേ വരുന്നതാ. ഇഷ്ടം കൂടി താനേ വരും. ഈ പേടിയാ. ഐ മീൻ ഇനിയിപ്പോ ഇന്നങ്ങാടി ഗ്ലാമറിലോട്ട് പോവും. ഐ മീൻ നോർമലി അത് ഏതൊരാളും ചിന്തിക്കും. ഇഷ്ടം കൂടി കഴിഞ്ഞുള്ള ഒരു പ്രാന്തിന്റെ ഒരു അവസ്ഥ വരാണ്ട്. ആ സിറ്റുവേഷനിൽ ഞാൻ വളയിട്ട് അപ്പൊ നമുക്കൊരു പേടിയാവും. അപ്പൊ വരുന്നതാണ് ഈ പൊസസീവ് ഒക്കെ. അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ആയോടെ വേറെ ഫ്രണ്ടിലൂടെ ആവൊക്കെ വന്നിട്ട് വിളി. പക്ഷെ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പൊസസീവ് താനേ വരും. പെട്ടെന്ന് കല്യാണം കഴിച്ചേക്ക ഇനി ലാഗ് ആക്കണ്ടെന്ന് തോന്നിയത് എന്തുകൊണ്ടാ? വീട്ടുകാർ പ്രഷർ ചെയ്തോണ്ട്. നിങ്ങളിങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ആൾക്കാർ അതൊന്നും പറയുന്നത് നിങ്ങളൊന്നും പെട്ടെന്ന് നിക്കാങ്കിലും കഴിക്കാറ്. അങ്ങനെ പെട്ടെന്ന് വിചാരിച്ചില്ല. ഞാൻ മഞ്ഞപ്പിത്തം ഐ മീൻ പനിച്ചിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക. അപ്പോഴാണ് പിന്നെ വീട്ടുകാർ നിശ്ചയിക്കാൻ പോണത്. തിരിച്ചു വരുമ്പോൾ 7 ദിവസം കൊണ്ട് നിൽക്കാറ്. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ഇതൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാവരും എനിക്ക് തോന്നുന്നു അധികം ആൾക്കാരെ വിളിക്കാൻ പറ്റില്ല. ഐ മീൻ കല്യാണം അല്ല നിക്കാതെ കഴിഞ്ഞിട്ട് അധികം ആൾക്കാരെ വിളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവരൊക്കെ കണ്ടിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ കല്യാണം വിളിക്കും. കല്യാണം നമ്മള് കത്തിക്കും. നിക്കാല്ലേ അതെന്ത് ചെറിയ പരിപാടി. കല്യാണം നമ്മൾ ഉഷാറാക്കി വരുമ്പോൾ ഇത് തരും. ഓ അടിപൊളി. ഓക്കെ, അടുത്തത് ആരാണ് കൂടുതൽ കെയറിങ്? റിനു ആണ്. റിനു ഭയങ്കര കെയറിങ് ആണ്. ഏട്ടായി ആണ്. ഓക്കെ ഓക്കെ, ആർക്കാണ് ദേഷ്യം കൂടുതൽ? റിനു. ദേഷ്യപ്പെടും. ദേഷ്യം കൂടുതലൊക്കെ തന്നെ. ആണോ? ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിച്ചത് എപ്പോഴാ? ഇവളോടാണോ പുറത്താണോ? രണ്ടുപേരടുത്തും പറഞ്ഞോളി. പുറത്താണെന്നുണ്ടെങ്കിൽ ചെങ്ങായിമാരെ തല്ലിനാണ്ട് എസ് ഐ സി ഐയും ഫ്രോക്ക് എസ് ഐ. അപ്പൊ ഞാൻ കയറി തല്ലി എസ് ഐന്റെ കയ്യും സി ഐന്റെ തല്ലി ഞാൻ പൊട്ടിച്ചു. എന്നിട്ട് അങ്ങനെ ഞാൻ ഒളിവ് പോയി. എന്തിനാ? എന്റെ ചെങ്ങായിമാരെ തല്ലി കണ്ടെടുക്കാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര ശരിക്കും ചെങ്ങായിമാർക്ക് എന്താ പറ്റി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. എനിക്ക് ഫിനാൻഷ്യൽ ആണെങ്കിലും ഇവരെ വീട്ടിൽ ഇഷ്യൂ ആണെങ്കിലും പുറത്ത് അടിപൊളിയാണെങ്കിലും എനിക്ക്. പക്ഷെ ഇപ്പൊ ഞാൻ ഒരുപാട് മാറിയിട്ട് ഇവിടെ വന്നതിന്റെ ശേഷം. ആ ഒരു സമയത്ത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവന്റെ ഫോൺ വിറ്റിട്ടാണെങ്കിൽ ശരി നമ്മൾ കൂടെ നിൽക്കും. പക്ഷെ ചാമ്പലും കിട്ടീന്. ബിസിനസ്സിലാണെങ്കിലും ആ ട്രസ്റ്റ് നമ്മൾ അങ്ങോട്ട് കൊടുക്കും. ലാസ്റ്റ് എന്താ പറയുക, ബിസിനസ് ഇവൻ ഒരു സ്റ്റേജിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇനി ഞാൻ ഫുള്ളായിട്ട് പറയണില്ല, ഇനി ഓർക്കൊന്നും ബാധിക്കണ്ട. എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ. ചതിച്ചിട്ടുണ്ട് നല്ല വൃത്തിക്ക്. 1 വർഷത്തോളം ഇതിന്ന് ഒരു ഇൻകം കിട്ടാതെ കഷ്ടപ്പെട്ട് നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ പട്ടി നയിക്കുന്ന പോലെ നയിച്ച് നമ്മൾ പിന്നീടാണല്ലോ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പിൽ ഒന്നും കിട്ടില്ലല്ലോ. ഹാർഡ് വർക്ക് ചെയ്താൽ പിന്നീട് നമുക്ക് വെറുതെ ഇരിക്കാമല്ലോ. പക്ഷെ വീണ്ടും ഞാൻ ഓൾറെഡി ഒരു വെറുതെ ഇരിക്കുന്നത് കുഴപ്പമില്ല, ഞാൻ രക്ഷപ്പെടും. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ രക്ഷപ്പെടും എന്നുള്ളത്. ഇപ്പൊ ഇന്നൊക്കെ കുറെ മാറി. അതാണ് ഭയങ്കരമായിട്ട് ഉണ്ടാക്കിയ ദേഷ്യം പിടിച്ച സിറ്റുവേഷൻ. നജുനോട് എപ്പോഴാ ദേഷ്യപ്പെട്ടേക്കണേ? ഡ്രസ്സിന്റെ കാര്യത്തിലാണ്. അത് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. നജു ദേഷ്യപ്പെടാറുണ്ടോ? എപ്പോഴാ ദേഷ്യപ്പെടല്ലേ? ചിലപ്പോ ഫോൺ വിളിച്ചാ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോ ബിസി ആയിരിക്കും. അപ്പൊ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ ചിലപ്പോ ദേഷ്യം പിടിക്കും. അല്ലാണ്ട് പുറത്തങ്ങനെ ദേഷ്യം പിടിക്കണമെന്നില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ സെഗ്മെന്റ് ഒക്കെ കഴിഞ്ഞു. അപ്പം ഇപ്പൊ കല്യാണം കഴിഞ്ഞ് നിങ്ങള് എവിടെയൊക്കെ പോയി? വിരുന്നൊക്കെ എവിടം വരെ ആയി? വിരുന്ന് എവിടെയും പോയില്ല. ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങും, നോർമലി ഇറങ്ങുന്ന പോലെ തന്നെ. വിരുന്ന് എങ്ങോട്ട് പോയില്ല. പിന്നെ അവർക്ക് ജോലിയുണ്ട്, ലീവും കിട്ടിയില്ല. എന്താ ചെയ്യുന്നത്? മെഡിക്കൽ ഫീൽഡ്. മെഡിസിന്റെ ഹോൾസെയിൽ. വലിയ ബുദ്ധിയുള്ള ആളാ. ഇടയ്ക്ക് ഡോക്ടർ ആവും. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തലവേദന വന്നാൽ ഈ ടാബ്ലറ്റ് കുടിക്കുന്നു. ഞാൻ മരുന്നൊന്നും കഴിക്കൂല. എന്താ?
ഇഷ്ടമല്ല. പനി വന്ന് എക്സ്ട്രീം ആയി കഴിഞ്ഞാൽ മാത്രം ഞാൻ അതിലേക്ക് കിടക്കുള്ളൂ. പ്രത്യേക തരം ജീവിതം. അതെന്താ പറയുക, ഭയങ്കര ഇറിറ്റേഷൻ. മീനിന്റെ പോലെ തന്നെ എനിക്ക് ടാബ്ലറ്റ് അങ്ങനെ വലിയൊരു ചുമക്കുള്ള ഒരു മരുന്ന് പെപ്പർ, അത് മാത്രല്ലാണ്ട് വേറെ ഒരു ടാബ്. കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് ചാനലുകൾ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പുറകെ നടക്കണ്ടാവുമല്ലോ. ആടാ, സംഭവമായിട്ട് പറയല്ലോ കേട്ടോ. കാരണം ഇത് ഞങ്ങള് പ്രതീക്ഷിക്കാതെ വന്ന എന്താ പറയാ ഒരു മുഹൂർത്തല്ലേ ഇതൊക്കെ, ഈ ഇന്റർവ്യൂ അടക്കം. അപ്പോ ഇന്ന് ഇതടക്കം ഏഴണം. പക്ഷെ എനിക്കെന്താ അറിയില്ല, ആര് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ക്വസ്റ്റ് തരാനായി. ഒന്ന് എൻ്റെ നല്ലൊരു ഫാനാണ്, രണ്ടാൻ്റെ ഇന്റർവ്യൂ എല്ലാം ഞാൻ കാണല്. അപ്പൊ എനിക്ക് തോന്നി, ഐ മീൻ വേറെ ആളടുത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ അല്ലെങ്കിൽ ഇൻവേർട്ടറാ, അത് എൻ്റെ അടുത്ത് വന്ന് ഒന്നും കൂടി കമ്പനി ആയിട്ട് സംസാരിക്കും എന്നുള്ള തോന്നൽ എനിക്ക് കിട്ടിയോണ്ട് പക്ഷെ എൻ്റെ അടുത്തേക്ക് വന്നത്. താങ്ക് യു. ഓക്കെ, അപ്പം നിങ്ങളുടെ കല്യാണത്തിന് ലൈക്ക് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടതൊക്കെ ആരാണ്? ആശാൻ, ഫുൾ ആശാൻ. ഡ്രസ്സിന്റെ കാര്യം എൻ്റെ ഒരു ഫ്രണ്ട് രാമി, ഒരു സൈഡിൽ ഏഷിക്കും, ഇത് രണ്ടും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, അവൾക്ക് അറിയുന്ന. പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഉത്തരവാദിത്വം കൂടിയോണ്ട് ഞാൻ വേറെ വല്ല സ്ഥലത്തായിരിക്കും. അപ്പൊ ഇവരെന്തായാലും വിളിക്കും, ഡ്രസ്സ് എടുത്തില്ല, പുയ്യാപ്പകൾ ഞങ്ങൾ ഓനൊന്ന് കൊണ്ടോ, എനിക്കുള്ള ഡ്രസ്സ് എടുത്തില്ല, ചെരുപ്പ്, അത് ഇതൊക്കെ ഓരോന്നിനെ വിളിച്ചു പറയും. പിന്നെ ഓൾക്കുള്ള ചില്ലറ സാധനമൊക്കെ ഞാൻ തന്നെ വിടണ്ടേ. അപ്പൊ എനിക്ക് 3 താത്താരുണ്ട്, ഓരോരോ സൈഡിലേക്ക് പോയി. ഏത് ദിവസം ഓൾക്ക് ഓരോ ഡ്രസ്സ് തന്നെ എടുക്കണം, ലേഡീസ് ഡ്രസ്സ് എടുക്കുന്ന അവസ്ഥ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഞാൻ തന്നെ ഓടണം. അപ്പൊ ഇവളിങ്ങനെ ആമിനെ വിളിക്കും, അത് എടുത്തില്ല എന്നിട്ട് ആമി ആഷിക്കിനെ വിളിക്കും, എന്നിട്ട് ഇവർ ഇനി കൊണ്ടുപോകും. എല്ലാ കാര്യത്തിനും ഓടിപ്പിടിച്ച് ഒക്കെ സെറ്റ് ആക്കിയത് ഇവളാ. എഫേർട്ട് ഒരു 99% ഇവൾക്ക്. മഹർ ഞാൻ കൈ കൊടുത്ത് മാത്രം ഞാൻ, ബാക്കി എല്ലാം ചെയ്തത് ബാക്കി എല്ലാം അവള്. അപ്പം നമുക്ക് കല്യാണത്തിന്റെ മാലെടുത്ത് പുറത്തേക്ക്. ഓക്കെ, അപ്പൊ കല്യാണത്തിന്റെ സമയമൊക്കെ എടുക്കുമ്പോ നമുക്ക് ഇങ്ങനെ ഭയങ്കര ടെൻഷൻ ഇങ്ങനെ കൂടുമായിരിക്കുമല്ലോ. അപ്പൊ ടെൻഷൻ ഒക്കെ കൂടുമ്പോ ഏറ്റവും കൂടുതൽ വിളിച്ച് ഇങ്ങനെ ഇത് പറയുന്ന ഫ്രണ്ട് ആരാണ്? ആമി ആഷിക്കും, റിനുവിന്റെ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവള് ചോദിച്ചാരാ? നജുന്റെ ആരാ? ഓ, എല്ലാം അന്ന് തുടങ്ങിയ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പൊ വരെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഒരു ബോയ് ആയിട്ട് ജെന്നായിട്ട് ഒറ്റ ഫ്രണ്ട് ജെൻസ് ആയിട്ട്. അടിപൊളി അടിപൊളി. അപ്പൊ അന്ന് പ്രപ്പോസ് ചെയ്യാൻ സമയല്ലേ? അപ്പൊ ഇനിയിപ്പോ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പോയി അങ്ങനത്തെ എന്തെങ്കിലും? ഞാൻ പ്രതീക്ഷിച്ചില്ല, ഞാൻ അങ്ങനെ മനസ്സിൽ ഐ മീൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഈ ഒന്ന് ചിരകാണ്ട് വെച്ച് പോയാൽ ഇവിടെ വേറെ പണി ഉണ്ടാകും മാഞ്ഞാലത്തിനൊക്കെ. ഐ മീൻ എന്തെങ്കിലും ചെറിയൊരു തമാശക്കുള്ളൊരു തെറി നമ്മളെ ശൈലിയിൽ അത് പോകും അതിന്റെ അവിടുന്ന്, അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ പ്രതീക്ഷിച്ച് കുട്ടീനെ കിട്ടി. ഓക്കെ, അന്നിപ്പോ നജു നോ പറയുമായിരുന്നെങ്കിൽ എന്തായാലും സാധാ പോലെ ഈ എവിടെ ഉള്ള ഞാൻ ഓഫീസിൽ ഞാൻ ആക്കി തരാം, ആക്കി ചായ ആയി തരും. എന്നിട്ട് വേറെ ആരെങ്കിലും എണ്ണ അടിച്ച് ബൈക്ക് എടുത്ത് പോയിട്ട് ഓളവൊക്കെ ചായയും കുടിച്ചിട്ട് ഇറക്കി റിനുവിന്റെ ഏറ്റവും വലിയ ഡ്രീം എന്താണ്? ബിസിനസ്. അതിന് ബിസിനസ് അല്ല, ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണം, ഒരാളെ കീഴിൽ. ഇപ്പൊ ഷോപ്പ് നിൽക്കുകയാണെങ്കിൽ മുതലാളി ഉണ്ടാവും, ഒരാളിനെ ഭരിക്കാൻ വരരുത്. ഇഷ്ടല്ല. നജുന്റെ ഏറ്റവും വലിയ ഡ്രീം എന്താണ്? എല്ലാം ഇവിടെ തന്നെ എന്തെങ്കിലും അർപ്പിക്കുന്നു. എന്നാലും എന്റെ ലൈഫിൽ റീനു ഉള്ള എന്നാണ് മെയിൻ ആയിട്ടുള്ളത്. ഓ, അടിപൊളി. സത്യം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇനി കല്യാണം എന്നാണ്? കല്യാണം അനിയന്റെ കൂടെ. അനിയൻ, എനിക്കൊരു ട്വിൻ ബ്രദർ ഉണ്ട്. പക്ഷെ കണ്ട രാവും പകൽ വ്യത്യാസമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ട്വിൻ ബ്രദർ ആണുള്ളൂ. ഓൻ മെല്ലിച്ചിട്ട് മീശൊക്കെ കട്ടി മീശൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ലുക്കില്. ഓന്റെ കല്യാണം എന്റെ കല്യാണം ഒരുമിച്ചാക്കി അയച്ചു. ഇവരെ പ്രഷർ കൊണ്ട് ഞാൻ നിക്കാഹ് അയച്ചു. ഓക്കെ, അപ്പൊ നിക്കാഹ് വിളിച്ചില്ല, കല്യാണമെങ്കിലും വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് എല്ലാരോടും പറഞ്ഞ വരി കല്യാണം നമ്മള് കത്തിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ.